ഗം ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായം തീർക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതെ, ഞാൻ നാളെ കൊണ്ട് എല്ലാ പ്രശ്നവും സംഘർഷത്തിൻ്റേതായ അന്തരീക്ഷങ്ങളൊക്കെ മാറുമെന്ന്. അതേപോലെ തന്നെ തിങ്കളാഴ്ച അതൊക്കെ അസ്തമിച്ചു. ഏതായാലും ശാന്തമായ അന്തരീക്ഷം രാജ്യത്ത് വന്നു. അത് ഒക്കെ ഇനി നയതന്ത്ര തലത്തിൽ, ഡിപ്ലോമാറ്റിക് തലത്തിലൊക്കെ കൈകാര്യം ചെയ്യേണ്ട വലിയ വലിയ വിഷയങ്ങളാണ്. നമ്മളൊന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളെ പിടുത്തത്തിൽ നിൽക്കുന്ന കാര്യമല്ല അത്. അതെല്ലാം വലിയ വലിയ ആൾക്കാർ ഓരോ രാജ്യത്തൊക്കെ പോയിട്ട് അങ്ങനെ നടത്തട്ടെ. നമുക്ക് ഏതായാലും നമ്മളെ വ്യാഴത്തിലേക്കും ശനിയിലേക്കൊക്കെ വരാം. നമ്മളെ ഓരോ ആൾക്കാരുടെ നിയോഗം ഓരോ തരത്തിലാണല്ലോ. ഇപ്പോൾ ഈ നിയോഗങ്ങളെ തെറ്റിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഒരുത്തൻ എന്താണ് അവൻ്റെ കർമ്മം, ആ കർമ്മം ചെയ്യാതെ വേറെ എന്തെങ്കിലും കർമ്മത്തിലേക്ക്, അതായത് ഇപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പേ കണ്ടില്ലേ, ഒരു പാവം ചെറുപ്പക്കാരൻ അവനെ ബോണറ്റിൽ കയറ്റി കൊന്നു. കൊന്നതാരാ? ഒരു CSFൻ്റെ ഒരു സബ് ഇൻസ്പെക്ടറും ഒരു പോലീസുകാരനും. അപ്പം അവരെ പണി എന്താണ്? പൊതുവെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ആ ജോലി ഏൽപ്പിക്കുന്ന അവരുടെ ജോലി എന്താണ്? മനുഷ്യരെ സംരക്ഷിക്കുക, നീതി നടപ്പാക്കുക, ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുക, ഇതൊക്കെയാണല്ലോ. അപ്പോൾ അവരത് മറന്നു. അവർ വിമാനത്താവളത്തിൽ എയർപോർട്ടിൽ മാത്രമാണ് അവരുടെ ആ ഒരു എന്താണ്, അവരുടെ അധികാര പരിധി എന്ന് പറയുന്നത് എയർപോർട്ടാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അവരും പോലീസുകാർ തന്നെയാണല്ലോ. അപ്പോൾ അവരത് മറന്നുകൊണ്ട് പാവം ചെറുപ്പക്കാരനെ ഒരു ഈഗോ തന്നെയാണ് അവിടെ വർക്കായത്. ഈഗോയുടെ പുറത്ത് വണ്ടിയിൽ നിന്നും വണ്ടി കയറ്റി കൊന്നു. അതാണ് ഇപ്പോൾ എല്ലാം നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കിത് കാണാൻ സാധിക്കും. വളരെയേറെ ആസുരമായ ഒരു കാലഘട്ടമായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത്. എന്തുകൊണ്ടിങ്ങനെ കേരളത്തിലിത് ഒരു ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ, ഇന്ത്യയിൽ തന്നെ നമ്പർ 1 നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോകുന്നത് എന്നുള്ളത് പഠന വിഷയമാക്കേണ്ടതാണ്. അല്ല, അത് ചെയ്തവർ ബീഹാറുകാരാണ്. പക്ഷെ അതല്ല മൊത്തത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. പല സംഗതികളും കേൾക്കുമ്പോൾ പൊറോട്ട കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഹോട്ടലും അടിച്ചു പൊളിക്കുന്നു, മുതലാളി ഇനിയും തല പൊളിക്കുന്നു. പൊറോട്ട കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറയുക? ഇതിനിടെ ഏതോ ഒരു തന്നെ ഒരു ബീഫ് കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു ഹോട്ടൽ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞു. എന്താണ് ഇതിനൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കുക? മനുഷ്യരെങ്ങോട്ടേക്കാണ് പോകുന്നത്? വിചിത്രമായിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് ഇത് ജീവിക്കേണ്ട കാലഘട്ടം തന്നെയാണ്. നമ്മളെയൊക്കെ തല ഈ പ്രായത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ വലിയ പുണ്യം. ഒരു കോളുണ്ട്. ഹലോ 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 കുറച്ച് സൗണ്ട് ഓർക്കൂ. അവിടെ സൗണ്ട് കുറച്ച് കാര്യമില്ല, പട്ടിയുടെ സൗണ്ട് ഓർക്കണം. 4878. പട്ടി വിചാരിച്ചാലേ പരിപാടി മര്യാദക്ക് നടക്കൂ. അത് അടുത്ത വീട്ടിലെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് വിട്ടാൽ ശരിയാവില്ല. അങ്ങനെ നിങ്ങൾക്ക് ശല്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലൈൻറ്റ് ചെയ്യാം. 4878. സമയം 1:35 പകൽ. 1:35 പകല്.
എന്താണ് ആയില്യം നക്ഷത്രം ആരുടേതാണ്? അന്റെ തന്നെയാണ്. എന്താണ് ആയില്യക്കാരിക്ക് അറിയേണ്ട കാര്യം? പൊതുവിലായിട്ട് പൊതുവിലായിട്ട് അതിന് ഇപ്പം നടക്കുന്നത് പിന്നെ ചന്ദ്രദശയാണ്. ചന്ദ്രനാണെങ്കിലും പേരിന് മാത്രമേ ചന്ദ്രനുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ കർത്തവാവിൻ്റെ അതായത് അമാവാസി യോഗമുള്ള ചന്ദ്രൻ അതുകൊണ്ട് തന്നെ ആ ചന്ദ്രദശയുടെ ഗുണമൊന്നും കിട്ടൂല എന്നാണ്. ചന്ദ്രദശയിൽ നല്ല മനസ്സിന് സമാധാനം ഉണ്ടാവുകയാണ് ചെയ്യുക. ഇവിടെ സമാധാനം ഇല്ലാതായി പോവുക ചെയ്യുക. അതാണ് ഈ സമയത്തിൻ്റെ ചന്ദ്രൻ പിഴച്ച ചന്ദ്രനാണ്. അതുകൊണ്ട് ദേവി ആരാധന കൃത്യമായിട്ട് നടത്തിയാൽ മാത്രമേ ആ ടെൻഷനും ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ടാവും മനസ്സിനൊക്കെ. അതിൻ്റെ ശാന്തി കിട്ടണമെങ്കിൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ പാരായണം കൊണ്ട് അത് സാധിക്കും. ജപിക്കലെല്ലാം ഉണ്ട്, പക്ഷെ എന്തെങ്കിലും സങ്കടം വന്നാലേ നിർത്തിക്കളയും. അത് പറ്റൂല. അത് ഏറ്റവും വലിയ തെറ്റല്ലേ. സങ്കടം വന്നാൽ ജപം കൂട്ടുകയല്ലേ വേണ്ടത്. അതൊരു ഭയങ്കര പരിപാടിയാണല്ലോ. സങ്കടം വന്നാൽ നിർത്തേണ്ട സാധനമല്ല ജപം. അപ്പോൾ സങ്കടത്തിൽ നിന്നും മോചിപ്പിക്കേണ്ടത് ആരാണ്? അത് ആ തമ്പുരാട്ടിയല്ലേ. അപ്പോൾ അന്നേരം നിർത്തിക്കളയാന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്താണ്? അതൊരു ശരിയായ രീതിയല്ല. രാവിലെയും സന്ധിക്കും ജപിക്കലുണ്ട്. അന്നേരം എന്തെങ്കിലും ഒരു സങ്കടം വന്നാല് കുറേ ദിവസത്തേക്ക് നിർത്തിക്കളി. അങ്ങനെ അത് അന്നേരം കണക്ഷൻ വിട്ടുപോകും. ഇത് കൃത്യമായിട്ട് പോകണം. അതായത് രാവിലെയും രാത്രിയും വേണമെന്നൊന്നുമില്ല. സന്ധ്യക്ക് ഒരു നേരം മതി. ദേവി ആരാധന സന്ധ്യക്കാണ്. ഗണപതിക്കും മറ്റൊക്കെയാണ്. പിന്നെ വിഷ്ണുവിന് പകല്, ഗണപതിക്കും ശിവനും കാലത്ത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദേവിയുടെ പരിപാടി മുഴുവൻ രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് സന്ധ്യ വിളക്ക് വെച്ചിട്ട് ആ ചൊല്ലുന്ന കാര്യം എത്ര സങ്കടം വന്നാലും ഞാൻ എൻ്റെ അത് ചൊല്ലിയിട്ട് മാത്രമേ കിടക്കൂ എന്ന് തീരുമാനിക്കണം. അത് ഉറപ്പിക്കണം. അതല്ലാതെ ഇതിൻ്റെ അകത്ത് മോചനം കിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും സങ്കടം വരുമോ ഉടനെ നിർത്തുക. അപ്പോൾ പിന്നെ ആ ദേവി തിരിഞ്ഞു നോക്കില്ല. ഒരു 41 ദിവസം തുടർച്ച പോട്ടെ, എന്നിട്ട് അപ്പോഴേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങും. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഇതിപ്പോൾ അതിൻ്റെ നാല് ദിവസം ചൊല്ലുമ്പോഴൊക്കെ ഒരു സങ്കടം വന്നു, പിന്നെ 10 ദിവസം ഇല്ല. ഞാൻ തൊഴുതു, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. അത് രാവിലെ വെച്ചാല് സമയം ഒന്ന് പാത്രങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ജപിക്കാലം. അതിന്റെ ഇടയില് ഇപ്പോ ഞാൻ സഹോദരിയോട് പറയട്ടെ, എൻ്റെ പിന്നെ ജീവിത പങ്കാളിയുണ്ട്. അവളുടെ പേര് ശാരദ എന്നാണ്. അവൾ 27 കൊല്ലമായിട്ട് അവൾ തുടർച്ചയായിട്ട് ലളിതാസഹസ്രനാമം സന്ധ്യക്ക് ജപിക്കുന്നു. അവൾ ടീച്ചറാണ്. അപ്പോൾ ഈ 27 കൊല്ലവും വേറെ ഒരു പരിപാടി അവൾ ചെയ്തിട്ടില്ല. ഈ ഒരൊറ്റ കാര്യം മാത്രം 27 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ജപിക്കുന്നു. അത് ഈ നിമിഷം വരെ അവൾ മുടക്കിയിട്ടില്ല. അതിൽ പിന്നെ ഇപ്പോൾ 5 കൊല്ലമായിട്ട് ശരീരവും പ്രശ്നമില്ല. ആ സമയത്ത് പിന്നെ പാടില്ലല്ലോ, അതുകൊണ്ട് ആ സമയത്ത് ചൊല്ലാറില്ല. അത് 5 കൊല്ലമായിട്ട് ആ പ്രശ്നവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അത് ഈ രാവിലത്തെ പരിപാടി മാറ്റിവെക്കും. രാവിലെ ഒരുപാട് പാത്രം കഴുകാനുണ്ടാവും, കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടതുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. രാവിലെ അതിനു വേണ്ടി മെനക്കെടരുത്. സമാധാനമായിട്ട് സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ പണി തീർന്നിട്ട് ചിലപ്പോൾ 10 മണിക്കായാലും ജപിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരിക്കും കൃത്യമായി ജപിക്കുന്ന ഒരു വ്യക്തിക്ക് 20 മിനിറ്റ് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമസിംഹാസനേശ്വരി ജിതഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിതാരാഗസ്വരൂപഭാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല, ഇങ്ങനെ അങ്ങ് ചൊല്ലിപ്പോകാൻ നമുക്ക് മാക്സിമം 20 മിനിറ്റേ വേണ്ടുള്ളൂ. അപ്പോൾ അത് മാറ്റിവെക്കുക. അതിന് ഞാൻ ഉപേക്ഷ കാണിക്കില്ല എന്ന് തീരുമാനിക്കണം. ഈ ജാതകത്തിൽ ഈ ചന്ദ്രദശയുടെ ദോഷം അങ്ങനെയല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഏതെങ്കിലും ഒരു ദേവിയെ ഇനി 8 കൊല്ലം കൂടി ഉണ്ട്. 8 കൊല്ലം കൂടി ഇനി ബാക്കിയുണ്ട്. അത് മോശ
ആ ചന്ദ്രദശ ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രദശ മോശമായതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്. ചന്ദ്രദശ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതാണെങ്കിൽ സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്ന ചന്ദ്രനാണ്. അപ്പോൾ സൂര്യൻ്റെ കൂടെ ജോയിൻ്റ് ആയിട്ട് നിൽക്കുന്ന ചന്ദ്രന് ബലം ഉണ്ടാവില്ല. സൂര്യനിൽ നിന്നും വിട്ടിട്ട് പഞ്ചമി മുതലാണ് ചന്ദ്രന് ബലം വരിക. പൗർണമിക്ക് പൂർണ്ണബലം, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അമാവാസിക്കാണ് ജനനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രന് തീരെ ബലമില്ല. സ്വാഭാവികമായിട്ട് ചന്ദ്രദശയിൽ കിട്ടേണ്ട മനസമാധാനം, പിന്നെ ശരീരം നമ്മളെ മുത്തുമണി പോലെ ശരീരം ഇങ്ങനെ സ്കിന്നിനൊക്കെ ഒരു തിളക്കമുണ്ടാവുമെന്നാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾക്കിപ്പോൾ ഇല്ല. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ആ ദോഷം മാറുന്നതോട് കൂടിയിട്ട് മാറ്റം വരും. ഒരു ദേവീക്ഷേത്രം ഏതാണോ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദേവീക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് പോവുകയും വേണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തും കുറേയെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും. ഇതൊരു എന്താ പറയുക, ഞാനതിൻ്റെ ഇതിനാണ് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാര്യമാണ് പറയുന്നത്. പെട്ടെന്ന് പോയിട്ടൊരു വഴിപാട് ചെയ്താൽ ഈ ചന്ദ്രദോഷം മാറില്ല. അതുകൊണ്ട് കുടുംബത്തിലെ മറിഞ്ഞു കിടക്കുന്ന ദേവിയും ഉണ്ട്. ആ ദേവിയുടെ കാര്യത്തിലും അത് ഒന്നും നിങ്ങളെ കൊണ്ട് ഇപ്പം തീർക്കാനൊന്നും ആവില്ല. ആ ഒരു പ്രശ്നവും ഉണ്ട് ഇവിടെ. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അങ്ങനെ ഒരു ദേവതയുടെ ഒരു ഇതും ഉണ്ട്. ഇല്ല, പോവലുണ്ട്. പുല്ലോട്ടുംകാവ് അവിടെ പോക്കുണ്ട്. അത് നിങ്ങളുടെ കുലപര ദേവത തന്നെയാണോ? അതെ. അങ്ങനെയാണെങ്കിൽ അവിടെ അതല്ലാതെ വേറെ ഏതെങ്കിലും അത് ഒരു അമ്മയുടെ ആണെങ്കിൽ അത് വേറെ. ഞാൻ പറയുന്നത് നിങ്ങളെ കുടുംബത്തിൽ അമ്മയുടേതാണ് പ്രധാനമായിട്ട് വരിക. അതെ, അതന്നെയാണ്, അമ്മേന്റെ തന്നെയാണ്. അപ്പോൾ പിന്നെ അത് തന്നെയാണെങ്കിൽ പിന്നെ അത് വളരെ കൃത്യമായിട്ട് അവിടെ പോവുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം അങ്ങനെ തീരട്ടെ. ഏതായാലും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുക. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഈ ദേവിയുടെ ഇതുള്ള കുടുംബാംഗങ്ങൾ അത് പരിഹരിക്കാതെ ഒരു കാര്യം ചെയ്തിട്ടും വലിയ ഇതില്ലെന്നാണ് പറയുക. എന്ത് ചെയ്താലും ഫലിക്കണമെങ്കിൽ ധർമ്മദൈവം പ്രസാദിക്കണം. അപ്പോൾ ഇവിടെ വിളിച്ച വ്യക്തി അത് പുല്ലോട്ടുംകാവാണ്, അവിടെ ദേവതയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് സമാധാനം. ആ കാര്യം ഓരോരുത്തരും ഇതിനെയൊന്നും യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് വെറുതെ തലമുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ഇതൊക്കെ അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് വെച്ചാരാധിക്കുന്ന ഏതെങ്കിലും ദേവത നമ്മളെ കുടുംബത്തിലുണ്ടായിരുന്നെങ്കിൽ ആ ദേവതയെ ആരാധിക്കാതെ അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതെ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഓരോ ആളും സംസാരിക്കുന്നത് അയാളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും. ഇത്തരം അനുഭവങ്ങളില്ലാതെ മറ്റൊരു വ്യക്തി അതെന്തോന്ന് അയാൾക്കൊന്നും മനസ്സിലാവില്ല. ഒരു ഉദാഹരണം, ഒരു ഇസ്ലാം സഹോദരനാണെന്ന് കൂട്ടുക, അല്ലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് കൂട്ടുക, അവർക്കത് അറിയില്ല. അവരുടെ അങ്ങനെ ഒരു സംഭവം അവർക്ക് ആ കാര്യത്തിലില്ല. ഇപ്പോൾ അതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതെന്താണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ ദൈവികതയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചു പോരുന്ന ഈ ഒരു കാര്യം അത് ചെയ്യാതെ മുമ്പോട്ട് പോയാൽ അയാൾക്കൊരു ഗുണം കിട്ടില്ല എന്നുള്ളത് 100% ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ സംഗതിയാണ്. ചിലർക്കത് മനസ്സിലാക്കാനൊന്നും സാധിക്കണമെന്നില്ല. അവരത് അത്തരത്തിൽ നീങ്ങിയിട്ടില്ല. അപ്പോൾ അന്നേരം അവർക്കത് തിരിച്ചറിയാനും കഴിയില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ, അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ലല്ലോ. എൻ്റെ അനുഭവത്തിൽ കൃത്യമായിട്ട് അനുഭവപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ നിങ്ങളോട്
പറയുന്നത്. അതിന് എനിക്ക് ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ടത് ഉൾക്കൊള്ളേണ്ടവന് ഉൾക്കൊള്ളാം, അല്ലാത്തവരത് കണക്കിലെടുക്കേണ്ടതില്ല, അതങ്ങ് വിട്ടേക്കുക, അത്ര തന്നെ. ഇപ്പം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ലല്ലോ. പിന്നെ ഈ വക വിഷയങ്ങളിൽ ആരെയും നിർബന്ധിക്കാനും പാടില്ല എന്നാണ്. ഞാനൊക്കെ ഇങ്ങനെ നേരിട്ട് വന്ന് കാണുന്നവരോടും ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് മാത്രമേ പറയുള്ളൂ. ഈ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ട ഒരു സംഗതി അല്ല ദൈവികത. അത് നമ്മളെ ഉള്ളിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് വരേണ്ട കാര്യമാണ്. അതിനെ ഒന്ന് പോഷിപ്പിക്കാനേ എന്നെ പോലെയുള്ള ജ്യോതിഷികൾക്കോ അല്ലെ ദൈവിക വഴിയിൽ സഞ്ചരിച്ച് ആ പാതയിൽ സഞ്ചരിക്കുന്നവർക്കോ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിക്കത് ആന്തരികമായ ആ ഒരു സത്യത്തെ അയാൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ അയാളെ പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ടുവരാനൊന്നും ഒരാൾക്കും സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു കോളുണ്ട്. ഹലോ. ഹലോ. എവിടെ? 1976 സെപ്റ്റംബർ 7 ചൊവ്വാഴ്ച 7 മണി. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പിണറായി. 1976 സെപ്റ്റംബർ 7 ചൊവ്വാഴ്ച 7 AM. ഓക്കെ, അവിട്ടം നക്ഷത്രം. ശരി. ആരുടേതാണ്? എൻ്റെ തന്നെയാണ്. ഇത് നമ്മളൊരു സ്ഥലം എടുത്തിട്ടുണ്ട്, അവിടെ ബിൽഡിങ്ങൾ എടുക്കാൻ നല്ല സമയം, അതറിയേണ്ടത്. അവിട്ട നക്ഷത്രം നിങ്ങൾക്കിപ്പോൾ നടക്കുന്നത് ശനിദശയാണ്. ശനി ഹലോ. നോക്കുന്നുണ്ട്. ശനി 11-ലാണ്. 11-ലെ ശനി തീർച്ചയായിട്ടും സൗഭാഗ്യങ്ങൾ തരുമെന്നാണ് പറയുന്നത്. 11-ലെ പിന്നെ ശനി എന്തായാലും നിങ്ങൾക്ക് പിന്നെ വ്യാഴദശയിൽ തന്നെ വന്ന സാമ്പത്തികമായ 9-ലുള്ള വ്യാഴം ആ ദശയിൽ തന്നെ സാമ്പത്തിക അവസ്ഥ ഭർത്താവിനെ കൊണ്ട് വന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ തന്നെയാണോ? ഭർത്താവിനെ കൊണ്ടുവന്ന സാമ്പത്തികമല്ലേ? ഭർത്താവിനെ കൊണ്ട്. അപ്പോൾ അല്ല, 7-ാം ഭാവാധിപൻ 9-ൽ നിന്നാൽ ഭർത്താവിനെ കൊണ്ട് ഭാഗ്യമുണ്ടാവുമെന്നാണ്. അപ്പോൾ ആ ഭാഗ്യം അത് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ, അതിന് കുഴപ്പമൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഈ 9-ാം മാസത്തിന് ശേഷമാണ് കൂടുതൽ നല്ലത്. നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം, അത് പ്രത്യേകം അത് തന്നെയാ പറഞ്ഞത്. അത് ഹെൽത്ത് സംബന്ധമായിട്ടും പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്. ആ ഹെൽത്ത് അത് പ്രത്യേകം. പിന്നെ ശത്രുദോഷം അതും ബാധിക്കും. പിന്നെ അതുകൊണ്ട് അതിനൊക്കെ വേണ്ട രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. പരിഹാരങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണാം. ഇവിടെ ജാതകപ്രകാരം ഇങ്ങനെ ഒരു എന്താണ്, ശനിയിൽ ഇപ്പം അഷ്ടമാധിപൻ 6-ാം ഭാവാധിപനായ ശനി ഇവിടെ ദശയിൽ അഷ്ടമാധിപനായ ചൊവ്വയുടെ അപഹാരം നടക്കുന്ന ഈ സമയത്ത് മനസ്സിനും അതേപോലെ ശരീരത്തിനും വല്ലാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥയുണ്ടാവും. മറ്റേ കാര്യം ഓക്കെ, അതിന് സാമ്പത്തികമായിട്ട് പിന്നെ കുഴപ്പമില്ല. അതും ഭർത്താവിൻ്റെ ജാതകം വേറെയാണ്, ഭർത്താവ് ആണ് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുന്നത്. അത് വെച്ചിട്ട് നിങ്ങളിപ്പം ബിൽഡിങ് പണിയുന്നതിനൊന്നും ഞാനൊന്നും കുഴപ്പം പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ആരോഗ്യം, അതേപോലെ മനസ്സിൻ്റെ ശക്തിയില്ലായ്മ, പിന്നെ ഈ സമയത്ത് അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ഒരു, പിന്നെ മറ്റൊന്ന് രക്തദൂഷ്യം, അതിൻ്റെ അസുഖങ്ങൾ, പിന്നെ ഈ സമയം സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പരിവർത്തനം, അങ്ങനെയൊക്കെ അങ്ങനെയുള്ളൊരു പ്രായവും കൂടിയാണല്ലോ. അപ്പോൾ അത് അതെ. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായ സ്ട്രെസ് ഉണ്ടാവുക, അത് കടുത്ത പിന്നെ ടെൻഷനിലേക്കൊക്കെ മാറിപ്പോവുക, പെട്ടെന്ന് പിന്നെ രോഷാകുലയാവുക, ക്ഷോഭം പിടിക്കുക, ദേഷ്യം പിടിക്കുക, ഇതൊക്കെ ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. അതൊക്കെ കുട്ടികളെ കൊണ്ടല്ലോ നല്ലതാ. അത് 9-ൽ വ്യാഴം നിൽക്കുന്നവർക്ക് മക്കളെ കൊണ്ട് നല്ല സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നല്ലേ. അത് ഭർത്താവിനെ കൊണ്ടും മക്കളെ കൊണ്ടും നിങ്ങൾക്ക് കാര്യമായിട്ട് ഒരു ദോഷവും ഇവിടെ പറയാനില്ല. വ്യക്തിപരമായിട്ട് സ്വന്തം നിലയിലുള്ള പ്രശ്നമല്ലാതെ വേറെ ഒന്നും ഇവിടെ കാണുന്നില്ല. ഭർത്താവിനുള്ള നല്ല ആരോഗ്യം, ഈ ജാതകം വെച്ചിട്ട് ഭർത്താവിന് നിങ്ങളുടെ 60 വയസ്സ് വരെ ഒന്നും വരില്ല. അതിനുശേഷം വരുന്നത് പെണ്ണിൻ്റെ ഉത്തരവാദിത്തമല്ല. അർത്ഥം മനസ്സിലായോ? ഇനി ആ വകയിലുള്ള ടെൻഷൻ അങ്ങോട്ട് മാറ്റി വെച്ചേക്കൂ.
അതായത് 9 വ്യാഴം നിൽക്കുന്നവൾക്ക് അവളുടെ താലി 60 വയസ്സ് വരെ അവൾക്ക് പോവില്ലെന്നാണ്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഒന്നും പെണ്ണ് ഉത്തരവാദിയല്ല. അപ്പോൾ നിങ്ങളുടെ ദോഷം കൊണ്ട് അയാൾക്കൊന്നും വരില്ല. പിന്നെ അയാളുടെ വിധി എന്തെന്നുള്ളത് ഞാൻ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് അത് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രൂപത്തിൽ ഇതിന് നിങ്ങളുടെ വ്യക്തിപരമായ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുക. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഗ്രഹങ്ങൾ നമ്മളെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കുമെന്നൊക്കെ ഞാൻ പലതവണ ഇതേ സീറ്റിലിരുന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രഹങ്ങളിലെ സഞ്ചാരം കൊണ്ടുണ്ടാവുന്ന വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ, അത് നെഗറ്റീവും പോസിറ്റീവുമായിട്ടും ഉണ്ടാവും. പിന്നെ എല്ലാത്തിനും മീതെ പറഞ്ഞതുപോലെ ദശയാണ് പ്രധാനം, യോഗമാണ് പ്രധാനം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഏതായാലും വ്യാഴത്തിൻ്റെ പരിവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ആഴ്ച യുദ്ധാന്തരീക്ഷം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ ഓരോരോ സബ്ജക്റ്റിന് ഇപ്പം മാത്രമല്ല, ഇപ്പം അത്തരത്തിലുള്ളൊരു സംഭവം വന്നാൽ പിന്നെ രാജ്യത്തിന് തകരാറ് വന്നു കഴിഞ്ഞാൽ വ്യക്തിയുടെ ഫലത്തിന് പ്രസക്തിയില്ലെന്നാണ്. ഇപ്പോൾ 2 ന്യൂക്ലിയർ ശക്തികളാണ് പാകിസ്ഥാനും ഇന്ത്യയും. ഏതോ ഒരു കഷ്ടകാലത്തിന് അവർക്ക് അങ്ങനെ ദുർബുദ്ധി തോന്നിയെന്ന് കൂട്ടുക. അതിനൊക്കെ തകർക്കാനുള്ളതെല്ലാം സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു സംഭവം മറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് രാജ്യത്തിൻ്റെ അവസ്ഥ? രാജ്യത്തിൻ്റെ GDP ഒക്കെ പോയ വഴിയുണ്ടാവില്ല. നമ്മളെ മൊത്തം ഈ രാജ്യത്തുള്ള അത്തരം ഒരവസ്ഥ വന്നാൽ 145 കോടി ആൾക്കാരെന്നാണ് പറയുന്നത്. പുതിയ ഇത് വന്നിട്ടില്ല. അപ്പോൾ ഇത് കനേഷുമാരി എന്ന് പറയും. കനേഷുമാരി കണക്ക് എടുക്കുക. അത് ഇപ്പോൾ എടുക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഇപ്പോൾ എത്ര കോടിയാണെന്ന് ആർക്കും വലിയ നിശ്ചയമൊന്നുമില്ല. അക്കാര്യത്തിൽ ഇന്ത്യക്കാർ മോശമല്ലല്ലോ. ചൈനേനെയൊക്കെ തോൽപ്പിച്ചല്ലോ. ചൈന കർശനമായിട്ട് ഒരു കുട്ടി എന്നുള്ള ഇതൊക്കെ വെച്ചിട്ട് ചൈന അതിനെ നിയന്ത്രിച്ചു. നമുക്കങ്ങനെയൊന്നും ആര് പറഞ്ഞാലും ചൈന ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇന്ത്യ എന്താ പറയുക, ഇവിടെ ഓരോരുത്തരും തോന്നിയ പോലെയല്ലേ, ജനാധിപത്യമല്ലേ, പിന്നെന്താ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചൈനയെ നമ്മൾ മറികടന്നിട്ട് ഇപ്പോൾ 5-10 വർഷമായല്ലോ. മറ്റേ കുറേ കാലം ചൈനയായിരുന്നു ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത്. ആ ചൈനയെ നമ്മൾ അക്കാര്യത്തിൽ മറികടന്നു. ഏതായാലും അതിദരിദ്രരില്ലാത്ത ഒരു പ്രദേശമായിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പരിപാടി വിജയം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല കാര്യം. പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിലോ അതിദരിദ്രരായ ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, വലിയൊരു വിഭാഗം. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഇത്തരത്തിലൊരു ദുരന്തവും മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം കയറി ഇതങ്ങോട്ട് തീർക്കണമെന്നൊക്കെ പറയുന്ന ആളുകൾക്കൊന്നും ഇങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല. അവർക്കിങ്ങനെ വെറുതെ അവർ സിനിമയിലുള്ള പരിപാടിയാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കാണുന്ന എന്താണ് അതിന് പറയുക, വീഡിയോ ഗെയിമാണെന്നാണ് അവരെ വിചാരം. അത് ബുദ്ധിയില്ലാതെ കൊണ്ടാണ്, ചിന്താശേഷി ഇല്ലാതെ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിയുടെ ബലത്തിന് പ്രസക്തിയില്ലെന്നാണ്. ഒരു ഇപ്പം വലിയ പ്രളയം വന്നു, അല്ലെങ്കിൽ വലിയ ഭൂകമ്പം വന്നു, ലോകം മുഴുവൻ ആകെ നശിക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ വന്നു. അങ്ങനെ വന്നാൽ പിന്നെ വ്യക്തിയുടെ ജാതകത്തിന് പ്രസക്തി ഇല്ലാതാവുന്നു. അത് രാജ്യത്തിന് വരുന്ന മഹാദുരന്തങ്ങളാണ്. ഇപ്പോൾ ചെറിയ മട്ടിൽ പാകിസ്ഥാൻ ഒരു കളി കളിച്ചു, നമ്മൾ കയറി അവരെ അടിച്ചു, അവരൊരു പാഠം പഠിപ്പിച്ചു. അതൊക്കെ പട്ടാളത്തിന് അതിനുള്ള കഴിവും ശക്തിയൊക്കെ ഉണ്ട്. ഇന്ത്യൻ ആർമി പണ്ട് മുതലേ അങ്ങനെയാണ്. അവർ അതിനുള്ള എല്ലാ കൊള്ളാവുന്ന പട്ടാളക്കാർ തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ അവരെ നമ്മളൊരു പാഠം പഠിപ്പിച്ചു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.
അതിനെക്കുറിച്ച് തർക്കവിഷയമാണ് എങ്കിൽ കൂടിയും അങ്ങനെ മോശമില്ലാണ്ട് ഒരു പണി കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് രാജ്യത്തിലെ പട്ടാളം ചെയ്യേണ്ട ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് അതിനാണല്ലോ അവരെ തീറ്റിപ്പോറ്റുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ അവർക്ക് എല്ലാം ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ഈ യുദ്ധം വരുമ്പോൾ പട്ടാളക്കാരൻ്റെ വില മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ അവരത് കൃത്യമായിട്ട് ആ പണി അവരെടുക്കും. പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോയാൽ മറ്റൊരു തലത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചിട്ടും ആണവശക്തി ആയതുകൊണ്ട് വരുന്ന മഹാദുരന്തം ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതൊന്നും അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നതൊന്നുമല്ല. പക്ഷേ എന്തും സംഭവിക്കാമല്ലോ. അങ്ങനെയുണ്ടല്ലോ, എന്താ സംഭവിച്ചുകൂടാതെ നമ്മൾ ചിന്തിക്കാത്ത പലതും ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചിട്ടില്ലേ? അങ്ങനെ അതിനെ കാണണം. അമേരിക്കക്കാർ ഏറ്റവും തലയുയർത്തി നിൽക്കുന്ന സമയത്തല്ലേ ഒരൊറ്റ മില്ലാതൻ 2 കെട്ടിടം 110 നില ബിൽഡിങ്. ഇപ്പോൾ ഒരു 40 വയസ്സുള്ളവർക്കെല്ലാം അത് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ തന്നെ ഇങ്ങ് പോകുന്നില്ലേ? ഇന്തോനേഷ്യയിൽ ഉണ്ടായ സുനാമി ലക്ഷക്കണക്കിന് ആളെ കൊന്നൊടുക്കുമെന്ന് നമ്മളാരെങ്കിലും വിചാരിച്ചാണോ? ഇനി നമ്മളെ കോവിഡ് വന്നിട്ട് എത്ര ലക്ഷം ആളെ കൊണ്ടുപോയി, നമ്മളത് കണക്കൂട്ടിയാണോ? അപ്പോൾ ഒന്നും നമ്മളെ നിയന്ത്രണത്തിലൊന്നും അല്ല. അതൊക്കെ വെറുതെ ധരിക്കുന്നതാണ്. എല്ലാം നമ്മളെ നിയന്ത്രണത്തിലാണ്, ഒന്നും ആരുടെ നിയന്ത്രണത്തിലല്ല. അതൊക്കെ വേറെ ഏതോ ഒരു ശക്തി അതൊക്കെ വേണ്ട രൂപത്തിൽ ചെയ്യുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരം സന്ദർഭങ്ങളിൽ പിന്നെ ദശയുടെയോ വ്യാഴത്തിനെക്കുറിച്ചൊന്നും അല്ലല്ലോ പറയേണ്ടത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പറയാത്തത്. ഈ അധ്യായത്തിൽ ഞാൻ വ്യാഴത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പഴയങ്ങാടി. പറയൂ മാഡം. ഏപ്രിൽ 20 പുലർച്ചെ 1:50. കൊല്ലം പറഞ്ഞില്ല. 1993. 1993. ഓക്കെ. ആരുടേതാണെന്ന് പറയൂ. മോൻ്റെതാ. സമയം പറഞ്ഞത് 1:50. ഏപ്രിൽ 20 പുലർച്ചെ 1:50. പണ്ടാരോ പറഞ്ഞ പോലെ സുഖപ്രസവം അല്ലേ? അങ്ങനെയല്ലേ? അതെ. അന്നേരം ഒരു പെണ്ണ് ചോദിച്ചു ആർക്ക് സുഖമെന്ന്. സുഖപ്രസവം. അപ്പോൾ എന്തോ ആട്ടെ. അപ്പോൾ ഇതിവിടെ പിന്നെ നിങ്ങളുടെ മകൻ്റെതാണ് ഇപ്പോൾ ഉത്രട്ടായി നക്ഷത്രം. പിന്നെ ഇപ്പോൾ ശുക്രദശ തുടങ്ങി. ശുക്രദശയുടെ ഗുണം കിട്ടണമെങ്കിൽ 1.5 വർഷം കൂടി കഴിഞ്ഞാൽ ആളങ്ങോട്ട് തെളിഞ്ഞു വരും. യോഗകാരകനായ ശുക്രനാണ്. പക്ഷെ കല്യാണത്തിന് എന്തോ ഒരു തടസ്സം കാണുന്നു. കല്യാണം നടക്കുന്നില്ല. അതന്നെ അതങ്ങനെ തടസ്സമുണ്ട്. പിന്നെ വെച്ചാല് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അല്ല, അത് 1.5 വർഷം കഴിയുന്നതോടുകൂടി ആളൊന്ന് മാറി വരാനുണ്ട്. ആ വിഷയത്തിൽ നിങ്ങൾക്ക് അത് എൻ്റെ വാക്കുകളുടെ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ വ്യക്തിക്കൊരു പരിവർത്തനം വരാനുണ്ട്. അത് ഉറപ്പായിട്ടും വന്നിരിക്കും. പക്ഷേ ഇവിടെ വിവാഹ സംബന്ധമായിട്ട് വലിയ ദോഷം തന്നെയാണ്. അതിന് ഇയാൾ സ്ഥലത്തുണ്ടോ അതോ പുറത്താണോ? നാട്ടിലില്ല. അതെ. അത് പിന്നെ കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത് പരിഹാരമൊക്കെ ചെയ്യേണ്ടതാണ് കല്യാണ സംബന്ധമായിട്ട്. പ്രത്യേകിച്ച് ഇപ്പം ഏരശനിയുടെ മൂർധന്യവും കൂടി ആണല്ലോ ഇപ്പം. വലിയ പിന്നെ ഉയർച്ചയൊക്കെ ഇവന് വന്നുള്ളൂ. അതിൽ യാതൊരു സംശയവും ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉയർച്ചയൊക്കെ ഇയാൾക്ക് ഉണ്ടായേക്കാം. ഈ വിവാഹ സംബന്ധമായിട്ടുള്ള ദോഷം കഠിനമാണ്. അത് പരിഹാരം ചെയ്ത് തീർക്കേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങളുടെ അവനുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. നാട്ടിൽ വന്നിട്ടാകുമ്പം അത് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടവും താല്പര്യവും പോലെ. അല്ല, കല്യാണം ഇപ്പൊ നമ്മൾ വിചാരിച്ചാലും അത് നടക്കുന്നൊന്നുമില്ല. ഇല്ല, നടക്കുന്നില്ല. അത് ഏതായാലും അങ്ങനെയുണ്ട്. അത് ഞാനെന്തെങ്കിലും കാണാതെ വെറുതെ നിങ്ങളെ അങ്ങനെ പറയില്ലല്ലോ. വെറുതെ ഒരാളോട് അങ്ങനെ പറയില്ലല്ലോ. എന്തോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഉള്ളത്.
അതെയാ ആ മറ്റേ നടക്കാൻ മറ്റേതന്നെ പ്രയാസം ശരിയായിക്കോളും. അത് നടന്നാലും വിജയിക്കാൻ വലിയ പ്രയാസമുണ്ട്. ഓ അതെയാ ആ ഒരു കല്യാണം കഴിഞ്ഞിട്ട് വേണം ഒരു ഡൈവേഴ്സ് ചെയ്യാന്ന് പറയുന്ന പോലത്തെ ജാതകമാണ്. എന്റെ ഈശ്വരാ. ആ മാടായിക്കാവിലെ അമ്മ തന്നെ നിങ്ങളെ രക്ഷിക്കട്ടെ. അതെ വേറെ ഇപ്പം എന്താ ചെയ്യുക, പഴയങ്ങാടിയല്ലേ. അവിടെ തന്നെ മഹാഭദ്രയെ അഭയം പ്രാപിക്കും. എൻ്റെ മറ്റേ അവൻ അഭയം പ്രാപിക്കൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് അഭയം പ്രാപിക്കും. ആ ഇപ്പം തന്നെ എത്രയോ കൊല്ലായി ജോലി ചെയ്യുന്നു, കൊറേ കൊല്ലായി. മനസ്സിലായി. അത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, അതിൽ മാറ്റം വരും. വേറൊരു അവസ്ഥയിലേക്ക് ഇവൻ എത്തുകയും ഇവൻ്റെ മാനസിക തലത്തിൽ മാറുകയും ചെയ്യും. അതൊരു അങ്ങനെ മനുഷ്യരെല്ലാ കാലവും ഒരുപോലെ അല്ലല്ലോ. ഒരു പരിവർത്തനം ഇവൻ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ മൂർധാവിൽ വെക്കുക. ചില കാര്യങ്ങൾ നമ്മൾ മൂർധാവിൽ ഇവിടെ വെക്കൂലേ, അങ്ങനെ വെക്കണം നിങ്ങൾ ഞാൻ പറഞ്ഞ വാക്കുകൾ. എന്നിട്ട് അത് അനുഭവത്തിൽ വരുമ്പോൾ എന്നെ നന്ദിപൂർവ്വം ഓർമ്മിക്കുക. മഹാനായ മനുഷ്യ, നിങ്ങളന്ന് ടി വിയിൽ എന്നോട് പറഞ്ഞത് റെഡിയായി, എൻ്റെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ എന്നെ നന്ദിപൂർവ്വം എന്നെ ഓർമ്മിച്ചുകൊണ്ട് എന്നെ പ്രാർത്ഥിക്കുക. ഓക്കെ, ശരി ശരി ശരി. അപ്പം ഞാൻ പറഞ്ഞത് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് പിന്നെ ഈ ഇടവൻ രാശിക്കാർക്ക് വ്യാഴം മിനിഞ്ഞാന്നാണ് രാശി മാറിയുള്ളത്. അവർക്ക് ഇടവും മിഥുനത്തിനെ കൊണ്ടും വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മിഥുനൻ രാശിക്കാർക്ക് ജന്മത്തിലാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മിഥുന കൂറുകാർ മിഥുനൻ രാശി കൂറ് രണ്ടും ഒന്ന് തന്നെ, അവർക്ക് അങ്ങനെയാണ്. മറ്റ് കർക്കിടകൻ രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്നത് 12-ലാണ് വ്യാഴം. അശുഭസ്ഥാനം തന്നെയാണ്, വ്യാഴത്തിന് ഇഷ്ടമല്ലാത്ത സ്ഥാനം തന്നെയാണ്. 12-ലെ വ്യാഴം നിൽക്കുന്നവർക്ക് ദുർച്ചലവുണ്ടാവില്ല എന്നൊക്കെ മറ്റൊരു ഫലമുണ്ട്, അത് വേറെ കാര്യം. മറിച്ച് അത് ജാതകത്തിലുള്ള ഫലമാണ്. 12-ലെ വ്യാഴം നിന്നവർ കള്ളു കുടിക്കും, ചീട്ട് കളിക്കൊന്നും പണം ചെലവഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു പരിധി വരെ സത്യമാണ്. കഴിഞ്ഞ ആഴ്ച വന്നൊരു ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, ഞാൻ ചോദിച്ചാൽ മോനെ നീ വേണ്ടാതെ പൈസയൊന്നും അനാവശ്യമായിട്ടൊന്നും. അയ്യോ എൻ്റെ സാറേ, അങ്ങനെയുള്ളൊരു പരിപാടിയില്ല, ജോലി നേരെ വണ്ടിയെടുത്ത് വീട്ടിൽ പോകും, അമ്മയുടെ കയ്യിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിക്കില്ല. 28-30 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് പറയുന്നത്. ഹോട്ടലിൽ നിന്നൊന്നും ഒന്നും കഴിക്കില്ല. എന്തിനാ കഴിച്ച് വയറ് കേടാക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നേരെ വീട്ടിൽ പോകും. ഒരു സിഗരറ്റ് ഇന്ന് വരെ വലിച്ചിട്ടില്ല. പല സുഹൃത്തുക്കളും നിർബന്ധിച്ചിട്ടും ബിയർ കുടിക്കാൻ. ഒരു ബിയറൊന്നും കുടിക്കാതെ മനുഷ്യനാണോ എന്ന് വരെ എന്നോട് ചോദിച്ചു. ഞാൻ അതും കുടിച്ചിട്ടില്ല. ഇപ്പോൾ 2-3 സ്ഥലത്ത് സ്ഥലം ഇട്ടിട്ടുണ്ട് 10-30 സെൻറ്റായിട്ട് ഒക്കെയാണ് പറയുന്നത്. അതായത് അനാവശ്യമായിട്ട്, അത് സത്യമാണ്. അന്നേരം അതാണോ ജീവിതം എന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ സമ്മതിക്കില്ല, അത് വേറെ കാര്യം. അങ്ങനെയാണോ ജീവിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല ആ ജീവിതത്തിനെ കൊണ്ട്. ഓരോ പ്രായത്തിലും കളിക്കേണ്ട കളി കളിച്ചു പോകുന്നതെന്ന് തന്നെയാണ് ജീവിതം. അതിൻ്റെ ശരിയായ പാതയിൽ പോകേണ്ടതുണ്ട്. ഒരു ബാലനായിരിക്കുന്ന സമയത്ത് നമുക്ക് ഞാനൊക്കെ പുഴയിലും തോട്ടിലുമൊക്കെ വാഴത്തടിയിലും മറ്റൊക്കെ ഏറ്റവും വലിയ നീന്തക്കാരനായിട്ട് ആ സമയത്ത് അക്കളിയാണ്. അല്ല, ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അങ്ങനത്തെ ബാല്യമൊന്നുമില്ല, അത് വേറെ കാര്യം. എല്ലാം വീട്ടിൻ്റെ അകത്ത് മൊബൈലിലുള്ള കളി മാത്രമേ ഉള്ളൂ പാവങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഒരു വ്യക്തി ഇന്ന കാലഘട്ടത്തിൽ ഇന്ന രൂപത്തിൽ ജീവിച്ചു പോകുന്നതായിരിക്കും മൂത്ത് പഴുക്കുന്നതിന് ഏറ്റവും നല്ലത്. കുട്ടിയായിരിക്കുമ്പോൾ പണമെന്ന് മാത്രം വിചാരിച്ചവന് പിന്നെ ആ പണത്തോട് മാത്രം വേറെ ഒന്നിനോടും അങ്ങനെയും വരാം. അതിനൊരു മറ്റൊരു വശമുണ്ട്. പക്ഷേ ഏതായാലും ഞാൻ ജാതകബലമാണ് പറയുന്നത്. 12-ൽ വ്യാഴം നിൽക്കുന്നവൻ അങ്ങനെ അനാവശ്യമായ പണം ചെലവാക്കുന്ന സ്വഭാവം, അത് വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥാനമായിരിക്കണം, എന്നെങ്കിലും മാത്രമാണ് ആ ബലം പൂർത്തീകരിക്കുക.
അവനെ സംബന്ധിച്ചിടത്തോളം മേടലഗ്നം 12 മീനൻ രാശിയിൽ വ്യാഴം, അങ്ങനെയാണ്. 12 അവിടെ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പൈസ വരികയും ചെയ്യും, അത് അനാവശ്യമായി ചിലവഴിക്കുകയില്ല. അതാണ് ആ ഫലം ഉണ്ടാവുക. പക്ഷേ ഈ ചാരവശാലുള്ള ഇതിൽ 12 വ്യാഴം ഗുണം ചെയ്യില്ല. 12 വ്യാഴം അശുഭസ്ഥാനത്താണ്. 8, 12, 6 ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ജന്മം ഇത് 3, ഇതൊക്കെ ഏറ്റവും മോശസ്ഥാനം വ്യാഴത്തിൻ്റെ. അങ്ങനെ വരുമ്പോൾ കർക്കിടകക്കാർക്ക് 12ലാണ് വ്യാഴം നിൽക്കുന്നത്. അവർക്ക് വ്യാഴം പിഴച്ച വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ തടസ്സം വരാം. വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്. നാരായണ മന്ത്രം ജപിക്കുക. ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം, അതിൻ്റെ നിത്യജപം വളരെയേറെ ഗുണം ചെയ്യും. അതേപോലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതും പാൽപ്പായസം കഴിപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. നമ്മളെ നാട്ടിലുള്ള വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി അവിടെയും പാൽപ്പായസം, വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് പാൽപ്പായസമാണ്. പാൽപ്പായസം വഴിപാട് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ഒരു കോൾ ഉണ്ട്, അതിനുശേഷം ഇതിലേക്ക് വരാം. ഹലോ. 1968 ജൂൺ 22 11:45 AM. എവിടുന്നാണ് വിളിക്കുന്നതെന്നെല്ലാം പറയൂ. കോഴിക്കോട്. കോഴിക്കോടോ? ആ, കോഴിക്കോട് അവിടെ പരിപാടി കാണുന്നുണ്ടോ? എവിടുന്നാണ്? കണ്ണഞ്ചേരി. അവിടെ നിങ്ങളെ പരിപാടി കിട്ടുന്നുണ്ടോ? ഇല്ല, നമ്മൾ നമ്പർ എടുത്തിട്ട് വിളിക്കുന്ന, നമ്പർ കാണൂല, ആ, ശരി. പരിപാടി കാണൂല, ആ, ശരി. പരിപാടി കാണൂല, TV കാണൂല. ശരി ശരി. ആ, യൂട്യൂബിൽ കാണാൻ പറ്റും കേട്ടോ, അറിയാലോ. ആ ആ ആ യൂട്യൂബിൽ നോക്കിയാൽ മതി. നാളെ നോക്കിയാൽ യൂട്യൂബിലുണ്ടാവും. ആ ആ ആ നാളെ എത്ര മണിക്ക്? അല്ല, നാളെ അത് യൂട്യൂബിൽ നിങ്ങൾ കയറി നോക്കിട്ടെടുക്കാം. 1968 ജൂൺ 22 11:45 AM. മിഥുനം 8. അത് പിന്നെ നക്ഷത്രം കാർത്തിക. ആ, കാർത്തിക. 11:45 AM അല്ലേ പറഞ്ഞത്? ആ ആ കാർത്തിക 1 ആരുടേതാണിത്? ഭർത്താവിന്റെ. ഭർത്താവിന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് കുഴഞ്ഞു പറയുകയാണല്ലോ. എന്താണ് അയാൾ പേടി ഉള്ളത്? അദ്ദേഹം അയാള് ബിസിനസ്സാണ്. അവര് നമ്മളെ പേരും തന്നെ. അല്ല, എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചത്. കർണാടകത്തിൽ ഭദ്രാവതി. ഭദ്രാവതിയിൽ. ആ, അതാണ്. അല്ല, നാട് വിട്ട് നിൽക്കാനുള്ള വിധിയുള്ളവനാണ്, അതാ ഞാൻ ചോദിച്ചത്. അവിടെ കച്ചവടമാണോ? തുണിക്കച്ചവടം. ആ, ഇപ്പം പൊളിച്ചലാണോ? ഇപ്പൊ കച്ചവടമുണ്ട്. കച്ചവടം ഉണ്ടെന്ന് പറയും. കച്ചവടത്തിന് കുഴപ്പമൊന്നുമില്ല. കച്ചവടത്തിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ മനസ്സിനെല്ലാം വിഷമ, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. മനസ്സിന് വിഷമം. ആരോഗ്യമായിട്ടൊന്നും മോശമൊന്നുമില്ല. മനസ്സിനെല്ലാം വെറുതെ വിഷമം. കച്ചവടം മോശമൊന്നുമില്ല. കച്ചവടം മോശമില്ലാണ്ട് പോകുന്നുണ്ട്. അത് പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഇനി മാറ്റം വരാൻ പോകുന്നുണ്ട്. ഏറശനിയും കൂടി ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് കച്ചവടത്തിലൊക്കെ ഈ ഇപ്പം മാർച്ച് 29 ഈ പിഴവ് തുടങ്ങിയിട്ടുള്ളത്. രണ്ടർത്ഥത്തിലും. ഇവിടെ ശനിയുടെ ദശയും തുടങ്ങിയത് അന്നേരമാണ്, ഏറശനിയും തുടങ്ങിയത് അന്നേരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം 2 മാസമായിട്ട് ഭയങ്കര ടെൻഷനും മറ്റേതും മറിച്ചതും ഒക്കെ പറയുന്നത്. ഒപ്പം ഇനി ആരോഗ്യ സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് പറയണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കച്ചവടത്തിനെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പണിക്കാരെ ഒന്നും അത് 19 കൊല്ലം ഉണ്ടല്ലോ. നീചത്തിലുള്ള ശനി ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുക തന്നെ വേണം. അതായത് ഏറശനി അല്ലല്ലോ, ഏറശനി 1.5 കൊല്ലം. അതല്ല, ഏറശനിയേക്കാളും നമ്മൾ ഭയപ്പെടേണ്ടത് ഏറശനി അതങ്ങനെ വലിയ പാപികളെ മാത്രമാണ് ഏറശനി ദ്രോഹിക്കുക. നിങ്ങളെ ഈ ഭർത്താവ് ഭദ്രാവതിയിലോ എവിടെയോ പോയിട്ട് തുണി കച്ചവടം ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരുത്തനാണ്. ബാംഗ്ലൂർ പോയി തുണി കൊണ്ടുവരും, ഭദ്രാവതിയിൽ നിന്ന് വിൽക്കും അല്ലേ? അതിപ്പോൾ അതിനെന്ത് പാവം വന്നിനാ? അതിപ്പോൾ അയാൾ ഒരു ലാഭം ഇട്ടിട്ട് അയാൾ കച്ചവടം ചെയ്യുന്നു. അതിലിപ്പോൾ അയാൾ ആരും ദ്രോഹിക്കാനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പുറത്തല്ല. പക്ഷെ ശനി ദശ പിഴവാണ്.
പിന്നെ നീചത്തിലുള്ള ശനിയാണ്, 6ാം ഭാവാധിപനാണ്, രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഇയാൾക്കിങ്ങനെ പിന്നെ ധനപരമായ കാര്യത്തിൽ ഇയാൾ ഭയങ്കരനാണെന്നും ധനം ഇയാൾക്ക് ഒഴുകി വരുമെന്നും ഒക്കെ ഒരു ബലമുണ്ട്. അതൊക്കെ വ്യാഴദശയിൽ ഇയാൾക്ക് വന്നിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ 16 കൊല്ലമായിട്ട് കൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് പണക്കാരനായത്. ആ 16 കൊല്ലം കൊണ്ട് തന്നെയാണ് വീടും എടുത്തത്. അതൊക്കെ സംഭവിച്ചിരിക്കുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. ഈ 16 കൊല്ലത്തെ വളർച്ച അത് മറ്റുള്ളവർ തന്നെ കണ്ണു തള്ളിപ്പോകുന്ന രൂപത്തിലൊക്കെ വളർന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അയാൾ അങ്ങനത്തെ കളിയൊന്നും കളിക്കില്ല, എങ്കിലും പണത്തിന് അയാൾക്കൊരു കുറവുമില്ല. പക്ഷെ അതിനും മാറ്റം വരുന്നുണ്ട്. ചില കളിയിൽ പുതിയതായിട്ടുള്ള ഒരു കളിയും കളിക്കരുതെന്ന് പറയണം. ഇപ്പം നിലവിൽ എന്താണോ ഉള്ളത് അത് കൊണ്ടുപോയിക്കൊള്ളുക. പുതുതായിട്ടൊന്നും ഒരു പരിപാടിയും തൊട്ടുപോരെന്ന് പറയണം. ഇപ്പോൾ 1-2 പേര് പുറകെ കൂടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പരിപാടി തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം കുളത്തിലാവും. പുതിയ ബിസിനസ് തുടങ്ങണ്ടേ, നമ്മൾ പുതിയതായി തുടങ്ങാന്ന് വിചാരിക്കുന്നു. 8 നിലയിൽ പൊട്ടും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ചിന്തിക്കാൻ പാടില്ല. അതെല്ലാം കോൺക്രീറ്റ് ആയ വർത്തമാനമാണ്. പിന്നെ വെറുതെ പിന്നെ പിന്നെ ആക്കിന് ലംഘിച്ചിട്ട് പിന്നെ സർവനാശം വന്നു പോകണം. ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ എന്തോ കണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു കുടുംബം മുമ്പോട്ട് പോകട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ അത് ഒരു കുടുംബം നന്നായി വന്നൊരു കുടുംബമാണ്. ആ നന്നായവർ നശിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. എപ്പോഴും നാശത്തിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ അവർക്കൊന്നുമില്ല, അവർക്ക് പ്രതീക്ഷയെല്ലാം പോയവരായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു പിന്നെ പണ്ടത്തെ അവസ്ഥയിലുള്ള ആൾക്കാരല്ല നിങ്ങൾ. അപ്പോൾ പണപരമായ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വലിയ പരിവർത്തനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നശിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കഥ എന്താണ്? ഇപ്പോൾ ഉള്ള കച്ചവടവും ഇപ്പോൾ ഉള്ള കാര്യങ്ങളും അയാൾ നല്ല നിലയിൽ കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കും, ദൈവം സഹായിച്ചിട്ട്. ഒരു പിന്നെ ഇപ്പോൾ ഉള്ള മറ്റു കാര്യത്തിലൊന്നും ഇടപെടാതെ ഇപ്പോൾ ഉള്ള കാര്യം മാത്രം നോക്കി കണ്ട് അത് ഒരു ഉറച്ച കച്ചവടമാണല്ലോ. ഭദ്രാവതി അങ്ങനെ വലിയ സിറ്റിയൊന്നും അല്ല. അപ്പോൾ കുറെ കൊല്ലമായിട്ട് പാരമ്പര്യമായിട്ടുള്ള അയാൾ അച്ഛനായിട്ട് ഉണ്ടാക്കിയതായിരിക്കും. അതന്നെ ഇയാൾ അതിനെ മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്തു, അത് നല്ല സെൻറ്ററിലേക്ക് മാറി. അതൊക്കെ ഇയാൾ സ്വന്തം പേറ്റിലുള്ള പരിപാടിയാണല്ലോ. അച്ഛനായിട്ട് സമ്പാദിച്ചു കൊടുത്തതായിരിക്കും. അച്ഛൻ പണ്ടേ അന്നത്തെ കാലത്തെ അച്ഛൻ ഭദ്രാവതിയിലേക്ക് കയറി. അന്ന് ഭദ്രാവതിയൊക്കെ വളരെ റിമോട്ട് ഏരിയ ആണ്. അന്നേരം ആ സ്ഥലത്തൊക്കെ ഞാനൊക്കെ പോയതാണ്. ഞാൻ കർണാടകത്തിൽ പോകാൻ സ്ഥലങ്ങളില്ല. അപ്പോൾ അതൊക്കെ അന്ന് ഒരു നഗരമൊന്നും പോലും അല്ല ഭദ്രാവതിയൊക്കെ. പിന്നീടാണ് അത് നഗരമൊക്കെ ആയിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഉള്ള അയാളുടെ കച്ചവടം അയാൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, വിരോധമില്ല. വേറെ പരിപാടിക്കൊന്നും ഇറങ്ങാതിരിക്കുക. അങ്ങനെ ഇറങ്ങണമെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാമെന്ന് പറയും. 5 വർഷം കഴിഞ്ഞിട്ട്. അതുവരെ ഒന്നും വേണ്ട. പിന്നെ ഇതിന് സംബന്ധമായിട്ട് പരിഹാരം ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നെ ബന്ധപ്പെടണം. ഭദ്രാവതി വിട്ടിട്ട് കേരളത്തിൽ വന്നാൽ കച്ചവടം വേണ്ട അതും പറ്റില്ല. കേരളത്തിൽ വേണ്ട ഭദ്രാവതി കച്ചവടം കേരളത്തിലൊന്ന് തുടങ്ങാന്ന് വിചാരിക്കും. വേണ്ട ഒന്നും തന്നെ പറ്റില്ല. അതെല്ലാം 5 കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആലോചിക്കാം. 5 കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ക്ലിയറായിട്ട് പറയേണ്ട സമയത്ത് ക്ലിയറായിട്ട് തന്നെ പറയണം. 8 നിലയിൽ പൊട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ലത്. അത് സമയത്തിൻ്റെ അവസ്ഥ കൊണ്ട് രാമൻ കാട്ടിപ്പോയ സമയമാണ്. അപ്പോൾ ആ രാമന് ശനിദശയും ശനിയും ഉള്ളപ്പോഴാണല്ലോ കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. ദൈവം മനുഷ്യാവതാരം എടുത്തതാണ് രാമൻ. ആ രാമന് ചെറുപ്പക്കാരനാണ്. അപ്പോൾ ചെറുപ്പത്തിലാണ്, പുണർനക്ഷത്രക്കാരനാണല്ലോ. അപ്പോൾ ചെറുപ്പത്തിലല്ലേ ശനിദശ വരിക. 16-ാം വയസ്സിലാണ് താടകയെ വധിച്ചത്. വിശ്വാമിത്ര കൂട്ടിക്കൊണ്ടുപോയതാ. വേണ്ടാത്തതിനൊക്കെ മറ്റുള്ളവരല്ലേ കൂട്ടിക്കൊണ്ടുപോവുക. താടക ആൾ ശരിയൊന്നുമല്ല, എന്നാലും പോയിട്ട് വധിക്കേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാമിത്രം പിരികേറ്റി കൊണ്ടുപോയതാ. അവൾ ആരെയും ജപിക്കാനൊന്നും വിടുന്നില്ല. മഹർഷിമാരെല്ലാം അവളെ അങ്ങനെ കച്ചറയാക്കുന്നു. രാമ നീ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാമനെയും കൂട്ടി കാട്ടിൽ പോയി താടകേനെ കൊന്നു. ആ സമയത്ത് രാമന് 16 വയസ്സാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് പിന്നെ സീതേനെയൊക്കെ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ
കാട്ടിൽ പോകേണ്ടി വന്നല്ലോ. ചെറിയ പ്രായമാണെന്നൊക്കെ, ചള്ളു ചെക്കനാ. അപ്പോൾ ഏറശനി ശനിദശയായിരുന്നു അന്ന് രാമന്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി, അർക്കനും ഉച്ചസ്ഥിതനും ഉദയം കർക്കിടകം. അങ്ങനെയൊക്കെയാണ് രാമൻ്റെ ജനനത്തെക്കുറിച്ച് രാമായണത്തിൽ നമ്മളെ തുഞ്ചത്താചാര്യൻ എഴുതി വായിച്ചാൽ രസമാണ്. 5 ഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, അല്ല ചൊവ്വ, വ്യാഴം, ശുക്രൻ, ഇവരൊക്കെ ഉച്ചത്തിലാണ്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം, 5 ഗ്രഹങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കരുതെന്നും പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടെന്താണ് ആചന്ദ്രതാരം നിൽക്കുന്ന കീർത്തി ഉണ്ടായി, അത് വേറെ കാര്യം. പണ്ടേതോ ത്രേതായുഗത്തിൽ ജനിച്ച രാമനെ കൊണ്ട് നമ്മളിപ്പോഴും പറയുന്നില്ലേ, ജീവിതം ഉച്ചനെ ഉച്ചി നോക്കിയാൽ പിച്ച എന്നാണ്. അത് തമിഴിലുള്ള ചൊല്ലാണ്. വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നു, ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നു. രണ്ടുപേരും നോക്കി രണ്ടും അങ്ങോട്ട് ഇല്ലാതായി പോകും. പാട്രിയാക്ക് മിസൈലും സ്കഡ് മിസൈലും വന്നിട്ട് രണ്ടും പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന പോലെയാണ്. ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വയും ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം, രണ്ടിനെയും ഫലം ഉണ്ടാവില്ല. ഉച്ചം നോക്കിയാൽ പിച്ച എന്നാണ്. അവസാനം എന്താ സരയൂ നദിയിൽ പോയിട്ട് ജലസമാധി അടയല്ലേ ചെയ്തത്? ഒരു കണക്കിന് അത് ആത്മഹത്യ തന്നെയല്ലേ. ഭയങ്കര രാമനാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഉച്ചത്തിൽ നിന്നതിൻ്റെ കീർത്തി രാമൻ ഇപ്പോഴും ഉണ്ട്. രാമൻ്റെ ജീവിതം എന്താണ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയേണ്ടവർക്ക് ബുക്ക് ചെയ്ത് എന്നെ വന്ന് കാണാം. അതേപോലെ ഓൺലൈനായിട്ട് അറിയേണ്ടവർക്ക് പൈസ ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ച് ഡേറ്റും ടൈമും വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ഫലമറിയാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. ജ്യോതിഷം ഒരു സത്യമായ ശാസ്ത്രമാണ്. അതിന് പലതരത്തിലുള്ള അവമതിപ്പും ഇന്നും ഉണ്ടാകുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അതിൻ്റെ സത്യം ഇല്ലെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. ആ സത്യത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ മുറിച്ച് പറയുന്നത്, ഉറപ്പിച്ച് പറയുന്നത്. അത് ചെയ്യരുത് എന്ന് ഒക്കെ കൽപ്പിച്ച പോലെ പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള വർത്തമാനമേ ഞാൻ പറയൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയാറില്ല. ഹരി പറയുന്ന പോലെ ഇവൻ മാറ്റി മാറ്റി വർത്തമാനം പറയാമെന്നേ, മാറി മാറി വർത്തമാനം പറയുന്നു. ഹരി ഉതിമൂട് പറയുന്നില്ല മറ്റവനെ കൊണ്ട്. അതുപോലെ മാറി മാറി പറയാനൊന്നും ഞാനില്ല, ഒറ്റ വർത്തമാനമേ പറയുള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കേണ്ടവർക്ക് എന്നെ വന്ന് കാണാം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.